ഹായ് ഗായ്സ്, ഇന്നൊരു വാട്ടേ ഈറ്റിന ഡേ ആണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഭക്ഷണത്തിനോടുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. പിന്നെ ഞാൻ പുട്ട് കഴിച്ചു. പുട്ടിനുണ്ടായിരുന്നത് ചെറുപയർ കറി ആട്ടോ, നല്ല തേങ്ങ അരച്ച ചെറുപയർ കറിയും റവപ്പുട്ടായിരുന്നു. എനിക്ക് റവപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞൊരു വട്ടയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. വട്ടയപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വട്ടയപ്പാട്ടോ, ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു, സോഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല നാടൻ കുത്തരിച്ചോറും അതിൻ്റെ കൂടെ പപ്പടം വറുത്തതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ജാതിക്ക് തന്നെ ഒഴിച്ച് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുണ്ടായ നല്ല നാടൻ മുളകുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വറ്റൽമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് കുത്തി എന്താ പറയുക, മൂപ്പിച്ചെടുത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ തക്കാളിയും ഉണക്ക ചെമ്മീനും കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒഴിച്ച് കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ജാതിക്കയാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് മാങ്ങാക്കറി വെക്കണം അതേ രീതിയിൽ തന്നെ വെച്ചിട്ടുള്ള കറിയായിട്ട് നമ്മൾ കുറേ നാൾ മുന്നേ കഴിച്ചതാണ്. ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് അതിപ്പോൾ കഴിക്കണത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മുളക് കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം നമ്മുടെ ഈ സാമ്പാർ മുളക് ഉണ്ടല്ലോ, അത് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതിനൊരു കയ്പ്പ് പോലെ കഴിക്കുമ്പോൾ ഒരു ഫീല്. പക്ഷേ ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ മുളകൊക്കെ കൂട്ടി കഴിച്ച്, എനിക്ക് കാന്താരി ആണെങ്കിൽ അതായിട്ടോ നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എരിവും വലിയ കാര്യമായിട്ട് എരിവും ഇല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് മൂത്തിട്ടില്ല. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. ഇത് ചെറിയ മൂപ്പേ ഉള്ളൂ, അത് കാരണം കൊണ്ട് വലിയ എരിവെന്ന് പറയാനുമില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് വയറ് നിറച്ച് കഴിച്ചു. വൈകുന്നേരത്തെ ചായക്ക് നമ്മുടെ വട്ടയപ്പം തന്നെയായിട്ടുണ്ടായേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വട്ടയപ്പം അല്ലല്ലോ, ഇഡലി അല്ലേന്ന്. ഇത് ഇഡലിയല്ല, വട്ടയപ്പം തന്നെയാട്ടോ. ഇതെങ്ങനെയാണ് ഈ ഇഡലി വട്ടയപ്പം എന്നുള്ള കഥ അറിയണമെങ്കിൽ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലി വട്ടയപ്പം കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി നാടൻ പൈനാപ്പിൾ. നമ്മൾ പൈനാപ്പിൾ മോര് കറി വെക്കാമെന്ന് വിചാരിച്ച് പൊടിച്ചെടുത്തതാട്ടോ. എന്നിട്ട് മോര് കൊണ്ടുവരാത്ത പ്രതിഷേധത്തിൽ ഞാനത് വെട്ടിക്കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി മുറിച്ച് 2 പീസാക്കി വെച്ചപ്പോഴാട്ടോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ കത്തിയത്. മുറിച്ചിരുന്ന പീസിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചിത്രശലഭാവം തോന്നി. അങ്ങനെ അവിടെയൊക്കെ മുറിച്ച് ഞാൻ ഈ ഒരു കോലത്തിലാക്കി. പൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ പ്ലേറ്റിൽ ഇലയും തണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പൂ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പൂ കുറച്ച് നീക്കി ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാക്കി പോയി മാറ്റാൻ പറ്റില്ല. ഇത് തന്നെ ഉണ്ടാക്കി ഒരു വിധം കഷ്ടപ്പെട്ടിട്ട് വിരലുകൊണ്ട് നീക്കി ഉണ്ടാക്കി. ഞാൻ വല്ലിക്കാനും കണ്ണി തൊട്ടാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഒന്നും നോക്കിയില്ല, ചിത്രശലഭത്തിന് അറഞ്ചം പുറഞ്ചം അകത്താക്കി. പിന്നെ നാടൻ പൈനാപ്പിൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉപ്പും മുളകും ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നേ ഉള്ളൂ. രാത്രിയൊക്കെ ആയിട്ട് നല്ല ചൂട് ചെറുപയർ കഞ്ഞിയും മുളക് പൊടിയിൽ കുളിച്ച് വന്നിട്ടുള്ള പപ്പടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകും പിന്നെ ആദ്യമോ വീട്ടിലിട്ട അച്ചാറും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. മാങ്ങച്ചാറ് അച്ചാറും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ചക്കക്കുരുയില്ലാതെ എന്ത് ചക്ക സീസണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയുടെ കുരു എടുത്തിട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് ഒലത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി എൻ്റെ പൊന്നു രക്ഷയില്ല കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്ന് ഉറങ്ങി.